നല്ല ഭംഗിയുണ്ടല്ലേ ഈ വിരിഞ്ഞത് കാണാൻ. ഞാൻ ഈ നാരോ ലീഫ് കണ്ടിട്ട് വാങ്ങിയതേന്ന്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. സൗദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇതിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിന്ന് ബോൾസത്തിനെ പറ്റിയിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തു, ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കുള്ള റിപ്ലൈ ആണ് ഇന്ന് ഞാൻ തരാൻ പോകുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിന്ന്. ഈ ഒരു ചെടി മതി നമുക്ക് ബിസിനസ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട്. ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു തൈ മതി നമുക്ക് വീട്ടിൽ നല്ലൊരു ഇരുന്നൊരു ബിസിനസ് ചെയ്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തു, കുറേ ആൾക്കാർ എന്നെ വിളിച്ചു, കമൻറ്റിലൂടെ ചോദിച്ചവരോടൊക്കെ പറയാണ്. അപ്പോൾ കമൻറ്റിലൂടെ ചോദിച്ചവരോടും അല്ലാത്തവരോടും വിളിച്ചവരോടൊക്കെ പറയാണ് ഈ ഒരു ചെടി മതി നമുക്ക് വീട്ടിലിരുന്ന് നല്ലൊരു ബിസിനസ് ചെയ്യാമെന്ന്. അപ്പോൾ ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടോ. പിന്നെ ഒരാൾ പറഞ്ഞു ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ പറഞ്ഞു തന്നത് എന്നൊക്കെ. പിന്നെ കുറച്ച് ആൾക്കാർ എന്നെ നേരിട്ട് വിളിച്ചിട്ടും അവരും തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂടുതൽ ചെടികൾ വാങ്ങിക്കാനൊക്കെ പ്രയാസമാണ്. അപ്പം നമ്മളെ കയ്യിൽ ഇങ്ങനെ 1-2 ചെടികളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം എല്ലാവരോടും കൂടി പറയുകയാണ് ഞാൻ. ഇത് നട്ട് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട്, അതായത് ഇത്ര പോകുന്ന ഒരു പ്ലാന്റ്സ് മതി. അതുമല്ല ഇനി ഇതിൻ്റെ ചെറുത് അങ്ങനെ ഉണ്ടാക്കാം നമുക്ക്. എങ്ങനെയാണെന്ന് വെച്ചാൽ 40 രൂപ എങ്ങനെ കൊടുത്താലും കിട്ടും കേട്ടോ. വലുതായാലും ചെറുതായാലൊക്കെ 40 രൂപയാണ്. അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണിൽ നമ്മളെ ചുറ്റുഭാഗത്തുള്ള അയൽവാസികളിൽ നമ്മളെ ഫ്രണ്ട്സുകളിൽ പിന്നെ നമ്മളെ കുടുംബക്കാർ അങ്ങനെ ഫാമിലിയിൽപ്പെട്ടവർ അങ്ങനെ എല്ലാവരും കൂടെ നമ്മൾ ചെറിയൊരു ഗ്രൂപ്പാക്കുക. ആദ്യം അധികം ആളൊന്നും ഇല്ലെങ്കിലും കിട്ടുന്ന ആൾക്കാരെ വെച്ചിട്ട് 4-5 ആൾക്കാരെ വെച്ചിട്ടൊരു ഗ്രൂപ്പാക്കുക. എന്നിട്ട് അവർക്ക് ഈ ഗ്രൂപ്പിലൂടെ നമ്മളെ കയ്യിൽ ഏത് കളറാണ് വിരിഞ്ഞിരിക്കുന്നത്, അതെല്ലാം വിരിഞ്ഞിട്ടില്ല, ഏത് ചെടിയാണ് നിങ്ങൾക്ക് പൂക്കൾ ഏതാ വിരിയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലും മതി കേട്ടോ. അപ്പം അതാദ്യം വാട്സപ്പിൽ ഇട്ട് കൊടുക്കുക. ബോൾസത്തിനെ പറ്റിയിട്ട് ആരെ കയ്യിലാണ് ബോൾസ് ഉള്ളത്, അതെല്ലാം ആരെ കയ്യിലാണ് വിംഗർ റോസ് ഉള്ളത്, അത് ഏത് കളറാണ് വേണ്ടത്, എൻ്റെ അടുത്ത് ഈ ഒരു കളറുണ്ട് അല്ലെങ്കിൽ 2 കളറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിലൊരു ഫോട്ടോ ഇട്ട് കൊടുക്കുക. ഫോട്ടോ ഇട്ട് കൊടുത്താൽ പിന്നെ അവരങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നവരോ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെടുക്കും. അതല്ല അവരിതിൽ ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാവരുടെ കുടുംബത്തിലും അതല്ലെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇന്ന് ചെടീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മയൊക്കെ എവിടുന്നെങ്കിലും ഒരു കമ്പ് കൊടുന്നുകൊണ്ട് അതാണ്ട് കുഴിച്ചിട്ട് പിന്നെ ആ ഭാഗത്തൊക്കെ നോക്കൂലേ ഇന്ന്. പിന്നെ നമ്മൾ കുട്ടിക്കാലത്തും അങ്ങനെ തന്നെ ഇക്കാരം റോസിൻ്റെ കൊമ്പോ, അന്നൊക്കെ റോസ് ഇക്കാരല്ല നമുക്ക് പ്രധാനമായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇലച്ചെടികളൊക്കെ. അത് കുഴിച്ചിട്ടാൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോവില്ല. നല്ല ഭംഗിയില്ലേ, 2 കളറാണ് കേട്ടോ. അപ്പോൾ അന്നൊക്കെ നമ്മൾ അങ്ങനെ ഇക്കാര്യം ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആ ചെടി വളരുന്നേ, അതിനൊരു മൊട്ട് വന്നു, അത് പൂവിടുമോ അത് നോക്കിയാണ് നമ്മളിരിക്കുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ. പുതിയ ഒരു ചെടി കൊണ്ടെന്ന് വെച്ചാൽ അത് പൂവിടണ വരെ ഞാൻ നോക്കിയിരിക്കും. അതിൽപ്പെട്ട ആൾ അതാണ്. ഇതാ വിരിഞ്ഞിട്ടിപ്പോൾ അത് ഒരാഴ്ച ആയിട്ടോ, ഒരാഴ്ചയായി. ഇതിന് എങ്ങനെ ഏത് കളറാ വെച്ചിട്ട് ഞാൻ നോക്കിയിരിക്കും. പിന്നെ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സൊക്കെ എടുത്തപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നല്ല ബുഷായിട്ട് പ്ലാന്റ് വളരൽ തുടങ്ങി, കാണില്ലേ. അപ്പോൾ അതിൻ്റെ കട്ടിങ്സൊക്കെ ഈ വെച്ചെടുത്തതൊക്കെയാണ് ഇരിക്കണം കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. ഇനി ഇതൊന്ന് പൂക്കൾ തരാനുണ്ട്. അപ്പം ഞാൻ എവിടെ നിർത്തിയെന്നറിയോ, നമ്മൾക്ക് ആ ഒരു പൂക്കൾ ചെടി ഏതാണെന്ന് വെച്ചാൽ ഒന്ന് വാട്സപ്പിൽ ഇട്ട് കൊടുക്കുക. ചൈനീസ് ബോൾസ് ആണെങ്കിലും വിംഗർ റോസ് ആണെങ്കിലും ഏതാണെങ്കിലും ചിലപ്പോൾ അത് പെട്ടെന്ന് പൂക്കൾ തരും ചെയ്യും. NPK 19-19-19 അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അടിച്ചു കൊടുക്കല്ല, കലക്കിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
അപ്പോൾ വേഗം പൂക്കളും തരും. അപ്പോൾ അത് നമ്മളെ ഗ്രൂപ്പിലിട്ടാൽ അത് എടുത്തുകൊണ്ട് ചിലവർ ഷെയർ ചെയ്യും. അവർക്ക് ആർക്കാണ് വേണ്ടത് വെച്ചാൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ അവർ നമ്മളോടേക്ക് ഇതിനെന്താ റേറ്റ് എന്നൊക്കെ ചോദിച്ച് അപ്പോൾ അവർക്ക് നമ്മൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ആ ചെടി വളരെ പെട്ടെന്ന് നമുക്ക് സെയിലായി പോവും. അപ്പം അങ്ങനെയാണ് ബിസിനസ് ചെയ്യുക കേട്ടോ. അതല്ല സ്റ്റാറ്റസ് വെച്ചാലും മതി. കൂടുതൽ ആൾക്കാർ നമ്മളെ വാട്സപ്പിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പം മനസ്സിലായില്ല എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ കട്ടിങ്സ് പിടിപ്പിക്കുക എന്നുണ്ടെങ്കിൽ ഏറ്റവും കുഞ്ഞ് പ്ലാന്റ്സ് എടുത്ത് പിടിപ്പിച്ചാൽ മതി. കുഞ്ഞ് കമ്പ് കേട്ടോ. കാണുന്നുണ്ടോ? ഇതിൻ്റെ ഇത്ര പോകുന്നൊരു കട്ടിങ്സ് എടുത്താൽ മതി കേട്ടോ. അതായത് ഈ ഒരു വെല്ലിൻ്റെ ഇത്ര പോകുന്ന ചെറിയ കട്ടിങ്സ് എടുത്താൽ മതി. അല്ലെങ്കിൽ ചെറുത് ഞാൻ എത്ര പോകുന്നത് ഇതിൻ്റെ ഇതിങ്ങനെ നുള്ളി വെക്കല കേട്ടോ. കുഞ്ഞ് കുഞ്ഞ് കട്ടിങ്സ് നുള്ളി വെക്കലാണ്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യുക. എല്ലാവരും വിജയിക്കട്ടെ എന്നാണ് ഞാൻ പറയുക. എല്ലാവർക്കും പുതിയ പുതിയ പ്ലാന്റ്സുകൾ വാങ്ങിക്കട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്യുക. അതല്ലെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാലും മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ടോയെന്ന് ചോദിച്ചെന്ന്. കട്ടിങ്സൊക്കെ കൊടുക്കൽ കഴിഞ്ഞു കേട്ടോ. പ്രത്യേകിച്ച് പറയാണ്, കട്ടിങ്സൊക്കെ കൊടുക്കൽ കഴിഞ്ഞു. ഇനി ഉണ്ടാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ ഇടുന്നതാട്ടോ.